നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി കുറേയേറെ നാളുകൾക്ക് ശേഷം ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്ത് മെസ്സേജ് അയച്ചു. അന്ന് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അടുത്ത ദിവസം എനിക്കൊരു റിപ്ലൈ വന്നു. എനിക്ക് ആരെയും വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നുന്നില്ല. എപ്പോഴും കിടക്കണമെന്നുള്ള ഒരു തോന്നലേ ഉള്ളൂ. എനിക്ക് എണീറ്റ് ഭക്ഷണം കഴിക്കണമെന്ന് പോലും തോന്നുന്നില്ല. എന്നെ വീട്ടിലുള്ള എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊന്നിനും ഒരു ഉത്സാഹം തോന്നുന്നില്ല. എപ്പോഴും കിടക്കണം, എന്നാൽ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുകയല്ല. അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഏറെ വർഷങ്ങൾ വളരെ സ്തുത്യർഹമായി ജോലി ചെയ്ത് ഏറെ ചടുലതയോടെ ജീവിച്ച എനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്നോടിങ്ങനെ സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ആൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞാനൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് ആകെപ്പാടെ ഒരു സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ 6 പേരെങ്കിലും ഇതുപോലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഒരു ദിവസം ഞാൻ പോകുന്ന പള്ളിയിൽ തല കുമ്പിട്ട് നിലത്ത് കുത്തിയിരിക്കുന്നത് ഞാൻ കാണാനിടയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്ത് ആ പള്ളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ആളെ കണ്ടതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, മാഡം ഇവിടെ വരുന്നുണ്ടായിരുന്നല്ലേ? ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മാഡത്തിനോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ കുട്ടി കരയാൻ തുടങ്ങി. ഏറെ നേരം കരഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടിയെ കൂട്ടി വൈകുന്നേരം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, വാ നമുക്കൊന്ന് വെളിയിൽ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അടുത്തുള്ള ഒരു ചെറിയ കോഫി ഷോപ്പിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, മാഡം ഞാൻ ഇത്തവണ പേ ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി. എന്നാൽ പേയ്മെൻറ്റിൻ്റെ സമയമായപ്പോൾ ആ കുട്ടിയുടെ പേഴ്സിൽ പൈസ അധികം ഇല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ പേ ചെയ്യാം, അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് പേ ചെയ്ത് കുറച്ച് സമയം അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തനിയേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ഇന്ന് തിരിച്ചു പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ നമുക്ക് സംസാരിക്കാമല്ലോ. ആ കുട്ടി ആദ്യം എന്നോട് പറഞ്ഞു, ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു, അത് അഡ്ജസ്റ്റ് ചെയ്യാം, വന്നോളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഏറെ കാര്യങ്ങൾ സംസാരിച്ച് ഏകദേശം രാത്രി 1 മണിയോടുകൂടി ഈ കുട്ടി എന്നോടൊന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, അപ്പോഴേ പറഞ്ഞു, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാ. അപ്പോൾ ഉറങ്ങാൻ നേരത്തെ കുട്ടി എന്നോട് പറഞ്ഞു, മാഡം ഏറെ നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ ആ ഷവറിൻ്റെ കീഴിൽ ചെറു ചൂടുവെള്ളമൊക്കെ ദേഹത്ത് വീണപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതായ പോലെ എനിക്ക് തോന്നി. ഇന്ന് ഞാൻ മാഡത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറെ കണ്ടിട്ടിരിക്കുകയാണ്. ഡിപ്രഷനുള്ള ഗുളിക കഴിക്കാൻ റെഡി ആയിട്ടിരുന്ന ഞാൻ ഒരുപക്ഷെ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടാവും. എനിക്കെൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ആരോട് സന്തോഷമായിട്ട് ഇടപെടാനും പറ്റുന്നില്ല. സാമ്പത്തിക ബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ എന്നെ ഏകദേശം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഫ്രഷായി രാവിലെ എണീറ്റ് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി വീണ്ടും കുറേ നേരം സംസാരിച്ച് ഒന്നിച്ച് യാത്ര ചെയ്ത് ഉച്ചഭക്ഷണത്തിന് ശേഷം ആ കുട്ടി പിരിഞ്ഞു. ഇപ്പോഴും ആ കുട്ടി കാണുമ്പം പറയും, അന്നത്തെ ആ സംസാരം, മാഡം എനിക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം മാറ്റിവെച്ചത് എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ,
നാം എന്ത് തിരക്കുള്ള ആളുകളായിക്കോട്ടെ, അണയാൻ തുടങ്ങുന്ന ഒരു തിരിനാളം 2 കൈകൊണ്ടൊന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി, അതണയാതെ കാത്തുകൊള്ളും. കാറ്റ് നിൽക്കാതിരിക്കില്ല. അതിനുശേഷം ആ തിരി വീണ്ടും കത്തിക്കോളും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ആ ജീവിതങ്ങൾക്ക് സാധിക്കും. നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, തിരക്കായിരിക്കും, സമയമില്ലായിരിക്കും. പക്ഷേ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ ആ ആൾക്ക് സമയം കൊടുക്കുന്നതിനേക്കാൾ തിരക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അനേകം അണയാൻ തുടങ്ങുന്ന തിരുനാളങ്ങളെ കെടാതെ സംരക്ഷിച്ച് അവർ ഇനിയും ഒരുപാട് പേർക്ക് പ്രകാശമായി തീരാൻ നമ്മളുടെ ചെറിയ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ. ചുറ്റുമൊന്ന് കണ്ണ് തുറന്ന് നോക്കാനും സഹായം ആവശ്യമുള്ളവർക്ക് തക്ക സമയത്ത് അതെത്തിക്കാനും നമുക്ക് പ്രേരകമാകുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താനും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.